ഞാൻ ഒറ്റയ്ക്കല്ല, കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ടെന്നുള്ള തോന്നലും ആത്മവിശ്വാസവും ധൈര്യവും ഓരോ ഭിന്നശേഷിക്കാർക്കും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സവിശേഷ കാർണിവൽ. ഭിന്നശേഷിക്കാർക്ക് മാത്രമല്ല, അവരുടെ മാതാപിതാക്കൾക്ക്. എൻ്റെ മോനെ സംബന്ധിച്ച് ഞാൻ 2016 മുതൽ ഇങ്ങനെയുള്ള വേദിയിൽ കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ എല്ലാ വർഷവും സ്റ്റേറ്റ് ആയാലും നാഷണൽസ് ആയാലും കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഒരുപാട് പേരെ വീട്ടിൽ തന്നെ അങ്ങനെ തടങ്കലി ഇടും പോലെ വീട്ടിനകത്തിട്ട് വളർത്തുകയാണ്. പക്ഷേ അവർക്ക് ഇങ്ങനെ ഒരു മത്സരങ്ങൾ വേദി ഒരുക്കുന്നത് തന്നെ അവർക്ക് അതിൻ്റേതായ സന്തോഷവും ഭാഗ്യങ്ങളുമാണ്. ഞാനൊരു അമ്മ എന്ന നിലയിൽ ഇതുപോലെ എല്ലാ കുട്ടികളുടെയും അമ്മമാർ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർ ഇതുപോലെ ഓരോ മക്കളെയും വളർത്തിക്കൊണ്ട് വരുവാൻ അവർ ഉത്സാഹിക്കും കണക്കിരിക്കും. ഭിന്നശേഷി എന്നത് ഒരാളുടെ കുറവല്ല. ഭിന്നശേഷി എന്നത് ഒന്നിൻ്റെയും അവസാനവുമല്ല. ഭിന്നശേഷിക്കാർക്കിടയിൽ സവിശേഷമായ കഴിവുകളുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് സാമൂഹ്യനീതി വകുപ്പ് സവിശേഷ കാർണിവലിലൂടെ. ഭിന്നശേഷിക്കാരായ മക്കളെ നോക്കാൻ ആളില്ലാത്ത, അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകാൻ മടിക്കുന്ന, വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ കുടുങ്ങിപ്പോയ ഒരുപാട് അമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. സന്ധ്യ എന്ന അമ്മ അവർക്ക് മാതൃകയാക്കാമെന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കും. പക്ഷേ സർക്കാരിൻ്റെ ഇത്തരം സവിശേഷ സംഗമങ്ങൾ അവർക്ക് ആശ്വാസമാണ്. നെല്ലൈ മുരുകനൊപ്പം ടി. സരീഷ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.